നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ ബുദ്ധി പണ്ടേ തോന്നേണ്ടതായിരുന്നു എന്ന് പറയുന്ന പോലെ ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ വർഷം വായിച്ചപ്പോഴാണ് എനിക്ക് ഇതൊക്കെ നേരത്തെ ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയത്. പൈസ നമ്മൾ ശമ്പളം കറക്റ്റ് മാസം മേടിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല നമുക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്. അതൊരു സ്കില്ലാണ് ആക്ച്വലി. ഫിനാൻഷ്യലി നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടത് അത് എത്ര കിട്ടിയാലും ചെറിയൊരു സംഖ്യ ആയിക്കോട്ടെ വലിയൊരു സംഖ്യ ആയിക്കോട്ടെ അത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് പഠിച്ചെടുക്കേണ്ട ഒരു സ്കില്ലാണ്. ഞാനൊക്കെ വളരെ ലേറ്റാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കരിയറിലേക്ക് പ്രവേശിക്കുന്നവർ, അതുപോലെ കുട്ടികൾ സ്കൂളിൽ തന്നെ ശരിക്കും ഇതൊക്കെ പഠിപ്പിക്കണം. നമുക്ക് സ്കൂളിൽ കണക്ക് ഒത്തിരി പഠിപ്പിക്കുന്നുണ്ടെങ്കിലും കാശുണ്ടാക്കാനുള്ള ബാക്കി എല്ലാ വഴികളും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കരിയർ സെലക്ട് ചെയ്യുന്നു. പക്ഷേ കിട്ടുന്ന കാശ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് പഠിപ്പിച്ച് തരുന്നില്ല. അപ്പോൾ ആ ഒരു സ്കില്ല് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യണം. അത് നല്ലൊരു ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഞാൻ അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് എൻ്റെ ചാനലുണ്ട്, അതിലതിൻ്റെ ഒരു റിവ്യൂ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ബുക്സ് ഉണ്ട്, സൈക്കോളജി ഓഫ് മണി, അതും നല്ല ബുക്കാണ്. അപ്പോൾ അതിനകത്തൊക്കെയുള്ള ആക്ഷനബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വലിയ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്, കൊച്ചു കൊച്ചു കാര്യങ്ങൾ. സേവിങ്സ് എന്നൊരു ഹാബിറ്റ്, അതുപോലെ ചെറുപ്പത്തിലേ തുടങ്ങേണ്ട കാര്യങ്ങൾ നമ്മൾ കേട്ട് 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 മറന്ന് പഠിക്കുക, സമ്പാദിക്കുക, ജോലി ചെയ്യുക, റിട്ടയർ ചെയ്യുക എന്നുള്ളതിൽ നിന്ന് മാറി ഒരു എങ്ങനെ റിച്ച് ആവാം എന്നുള്ള ചിന്തകൾ. എന്തായാലും പൈസ വേണമല്ലോ, പൈസ ഇല്ലാതെ ഇപ്പോൾ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പം ഇനിയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കുന്നത് നമ്മുടെ ലൈഫ് ഒന്ന് ബെറ്റർ ആക്കാൻ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും.